ഹലോ ഗൈസ്, ദിസ് ഇസ് ഡോക്ടർ സദാം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് കാലത്തിന് ശേഷം വളരെ കാത്തിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കാരണം വേറൊന്നുമല്ല, 2018 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ഞാൻ എൻ്റെ ഈ ഫോർഡ് എക്കോസ്പോർട്ട്, എൻ്റെ പുറകെ കാണുന്ന ഈ വെഹിക്കിൾ ഞാൻ സ്വന്തമാക്കുന്നത്. അതിനുശേഷം ഇന്നേക്ക് വണ്ടി എടുത്തിട്ട് 1,20,000 കിലോമീറ്റേഴ്സ് ഞാൻ ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 6 വർഷം കൊണ്ട് 1,20,000 കിലോമീറ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഫോർഡ് എക്കോസ്പോർട്ട് യൂസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഈ ഇടയ്ക്കൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനും വിചാരിച്ചത് കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഫോർഡ് റീകൺസ്ട്രക്ഷൻ നടന്നു, അതായത് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയി, അതായത് ഫോർഡ് ഇന്ത്യയുടെ സെയിൽസ് നിർത്തി അന്ന് മുതൽ ആൾക്കാർ ചോദിക്കുന്നതായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ വണ്ടി ഇപ്പോഴും വെച്ചിരിക്കുന്നത്, അതായത് ഫോർഡ് എക്കോസ്പോർട്ട് എന്ന ഈ വാഹനം കമ്പനി നാട്ടിലില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ സ്റ്റിൽ യു ആർ കീപ്പിംഗ് ദിസ് വെഹിക്കിൾ, ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടിയും കൂടെ ഞാൻ ഇന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫോർഡ് വെഹിക്കിൾസ് ആണ്. ഫോർഡ് എക്കോസ്പോർട്ട്, ഫോർഡ് ഫിഗോ, ഫ്രീസ്റ്റൈലിനൊക്കെ ഹെവി ഡിമാൻഡാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതും 2025 ഈ വണ്ടി വാങ്ങിക്കുന്നതുകൊണ്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിട്ടോ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാറായിട്ട് നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കുന്നത് കൊണ്ട് എന്താണ്, അത് വൃത്തിയാണോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക, സ്കിപ്പൊന്നും ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിന്യൂസ് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എന്താണ്, അല്ലെങ്കിൽ ഈ വാഹനം ഓടിച്ചവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ 1,20,000 കിലോമീറ്റർ വരെ നമ്മൾ ഈ വണ്ടി കീപ്പ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ മെക്കാനിക്കലി അല്ല, എന്തെങ്കിലും പാർട്സ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ആകെ ബ്രേക്ക് പാർട്സ് ഒരു 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം കിടക്കുന്നത് 3ാമത്തെ സെറ്റ് ഓഫ് ടയേഴ്സ് ആണ്. അതായത് 2 പ്രാവശ്യം മാറി. ഇതിപ്പം ഒരു 10,000 കിലോമീറ്ററിന് മുമ്പാണ് ഞാൻ ഇതിൻ്റെ ടയേഴ്സ് മാറിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ക്ലച്ചിൻ്റെ റീപ്ലേസ്മെൻറ്റിനുള്ള സമയമായിട്ടുണ്ട്. 1,20,000 അതായത് മെയിൻ സർവീസ് വരുന്ന ഒരു ടൈമാണ്. അതിൻ്റെ ബെൽറ്റുകളും അതുപോലെ ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് 1,20,000. ഇതുവരെ എൻ്റെ വണ്ടിയുടെ ഞാൻ ഇത് ക്ലച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ല. കുറച്ച് ഹാർഡാണ്. അത് പൊതുവേ എക്കോസ്പോർട്ടിൻ്റെ ക്ലച്ച് കുറച്ച് ഹാർഡാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചൊന്നുമല്ല. സോ അതേ മാത്രമല്ല, അധികം ഒരു ഹെവി ക്ലച്ചായിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ ഞാനത് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. മെയിൻ്റനൻസ് വൈസ് പാർട്സ് ചേഞ്ച് ചെയ്തത് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നോർമൽ ഒരു എവറി 10,000 കിലോമീറ്റേഴ്സ് 5,000 അകത്താണ് റെഗുലർ സർവീസസ് വരുന്നത്. ഇപ്പം വേറെ ഒരു കാറുകളും നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ പീരിയോഡിക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. 5,000 റുപ്പീസിന് താഴെ വരുന്ന സർവീസ് ചെയ്ത് തരുന്ന ഏത് കാറാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് ഇതിന് ഒരു 4,000 റുപ്പീസ്. അത് മാത്രമല്ല, ഫോർഡ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് അതിൻ്റെ കിലോമീറ്റേഴ്സും അല്ലെങ്കിൽ ആ സർവീസിൻ്റെ ഇൻ്റർവെൽ ടൈം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓൾ ഓവർ ഇന്ത്യ സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ ഏതാണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, ജമ്പി ആയിട്ടുള്ള റോഡാണ്. ബട്ട് സസ്പെൻഷനും കുറച്ച് സ്റ്റിഫാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റ് വെഹിക്കിൾസ് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ സസ്പെൻഷൻ സ്റ്റിഫാണ്. അത് വേറൊന്നുമല്ല, കാരണം ഇതൊരു സബ് 4 മീറ്റർ SUV ആണ്. അപ്പോൾ ഒരു കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള വണ്ടിയാണ്. അപ്പോൾ നല്ല സ്പീഡിലൊക്കെ പോയി വണ്ടി തിരിക്കുമ്പോൾ ഉള്ള ബോർഡ് റോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരതൊരു എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ്റനൻസ് വൈസ് ബാക്കി അങ്ങനെ കാര്യമായിട്ടുള്ള ചിലവുകളൊന്നും ഇതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല. ഇനി വരുമോ ഇല്ലയോ എന്നറിയില്ല. അത് നമ്മുടെ ഫർദർ വീഡിയോസിലൊക്കെ ഞാൻ എന്തായാലും ഈ വണ്ടി വിൽക്കാൻ പോകുന്നില്ല. ഇനി മെയിൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ 2021 തോന്നുന്നു ഫോർഡിന്റെ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഫോർഡ് എല്ലാവരും എക്സിറ്റ് ആയി എന്നാണ് പറഞ്ഞത്. അവര് ആക്ച്വലി വളരെ ക്ലിയർ ആയിട്ടാണ് ആ ഒരു വേർഡ് യൂസ് ചെയ്തത്. ഫോർഡ് എക്സിറ്റ് ആയി എന്നല്ല, ഫോർഡ് റീകൺസ്ട്രക്ഷൻ നടത്തുന്നു ഇന്ത്യയിൽ, ഫോർഡിന്റെ റീകൺസ്ട്രക്ഷൻ എന്നാണ് അവർ പറഞ്ഞത്. ദാറ്റ് മീൻസ് അവർ ഇവിടെയുള്ള ഓപ്പറേഷൻസിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. അതായത് സെയിൽസ് അവർ കട്ട് ഓഫ് ചെയ്തു. ബട്ട് അടുത്ത നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെയർ പാർട്സുകൾ എല്ലാ ഷോറൂമുകളും അവൈലബിൾ ആണ്. അതുപോലെ സ്പെയർ പാർട്സുകളാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഗ്ലാസ് ചേഞ്ച് ചെയ്തായിരുന്നു. നമ്മുടെ റിയർ വ്യൂ മിറർ ഒരെണ്ണം ചേഞ്ച് ചെയ്തു. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാം റെഡിലി അവൈലബിൾ ആണ്. വലിയ വെയിറ്റിംഗ് പീരീഡോ, അപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്സോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അക്സസറീസ് അല്ല, എന്തെങ്കിലും ജെന്യൂൻ പാർട്സ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 വീക്കിനകത്ത് തന്നെ നമ്മുടെ കൈരളി ഫോർഡ് സർവീസിൽ നിന്ന്, കൈരളിയുടെ സർവീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അവരത് അറേഞ്ച് ചെയ്ത് തരലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിഫിക്കൽട്ടീസ് സ്പെയർ പാർട്സിനാണെങ്കിലും സർവീസിനാണെങ്കിലും യാതൊരു ഡിഫിക്കൽട്ടീസും ഞാനിപ്പോൾ ഇതുവരെ ഇതിന് ഫേസ് ചെയ്തിട്ടില്ല.
അപ്പൊ ഈ ഫോർഡ് റീകൺസ്ട്രക്ഷൻ നടന്നപ്പോഴത്തേക്കും നാട്ടുകാർ മുഴുവൻ എൻ്റെ അടുത്ത് ചോദിക്കും, അയ്യോ നിങ്ങളുടെ കമ്പനി വിട്ടുപോയല്ലോ, ഇന്ത്യ വിട്ടുപോയല്ലോ, ഇന്ന് നിങ്ങൾ എന്തോ ചെയ്യും, ഇന്ത്യയിൽ ഇല്ലാത്ത കമ്പനിയുടെ കാറാണോ നിങ്ങൾ കൊണ്ടു കിടക്കുന്നതൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ ചോദിച്ചു. നിങ്ങൾ ഈ വണ്ടി കൊടുത്ത് ഒഴിവാക്ക്, അല്ലെങ്കിൽ അത് തലയിലാവും, അല്ലെങ്കിൽ വണ്ടിയുടെ വില ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോഴത്തെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിങ്ങൾ ഈ OLXലോ മറ്റുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഷോറൂമുകളിലോ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫോർഡിന്റെ റീകൺസ്ട്രക്ഷന് ശേഷം ഈ വണ്ടികളുടെ മാർക്കറ്റ് വാല്യൂ, അതായത് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൈക്കായിട്ടുണ്ട്. ഹൈക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫോർഡ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അത്ര ഉണ്ടായിരുന്ന ഒരു അവസരത്തിലാണ് അവർ റീകൺസ്ട്രക്ഷൻ ഈ ഒരു ഫോർഡിന്റെ സെയിൽസ് നിർത്തി അവർ പോയത്. ഹോപ്പ്ഫുള്ളി 2025 അവര് റാപ്റ്ററും അതുപോലെ പുതിയ എൻഡേവറുമായിട്ട് CBU കിറ്റ്സ് വരും എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയത്തില്ല എത്രത്തോളം അത് ജെനുവിൻ ആണോ അതോ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടോ, ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ബട്ട് ഓൾറെഡി എന്താ പറയുക, ഈ റീസെന്റ് ടൈംസിൽ ഒരു 2-3 മന്ത്സ് മുമ്പ് സ്റ്റാലിൻ്റെ, അതായത് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റിന്റെ CM-ഉം ഫോർഡ് ഇന്ത്യ കമ്പനിയായിട്ട് ഒരു അലയൻസ്, ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി അവരുടെ ആ പഴയ ചെന്നൈയിലെ പ്ലാന്റിലേക്ക് വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചില ഇതൊക്കെ നടക്കുന്നതായിട്ടൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേറൊരു കാര്യം, അതായത് നമ്മുടെ ഈ വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്താ പറയുക, നമ്മൾ ലോങ് റൺസിലൊക്കെ എങ്ങനെയാണ് ഈ വണ്ടി പെർഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ലോങ് ഡ്രൈവ് അടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏകദേശം 13 മണിക്കൂർ 14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ ഞാനിവിടെ സാധാരണ ഓവർനൈറ്റ് ഇവിടെ നിന്ന് ഓടി വണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് വർക്കിന് കയറാം. അതായത് അതിനുവേണ്ടി റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമോ അങ്ങനെ ഒരു ടയർഡ്നെസ്സോ ബോഡി പെയിനുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതായത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ എർഗണോമിക്സ്, റൈഡിങ് കംഫർട്ടും എർഗണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻ്റ് ആണ് ഈ വെഹിക്കിളിൽ. അതുപോലെ ഇത് ഒരു പാസഞ്ചർ ക്യൂൻ അല്ലെങ്കിൽ കിങ് ആയിട്ടിരിക്കാനാണ് നിങ്ങൾക്ക് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ കാർ എടുക്കരുത്. അതായത് ഇതിൻ്റെ റിയർ സീറ്റിലുള്ള റൈഡിങ് യാത്രാസുഖം അത്ര നല്ലതല്ല. പക്ഷേ ഇതൊരു പ്രോപ്പർ ഡ്രൈവർ എന്തൂസിയാസ്റ്റിക് കാറാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകണം, നിങ്ങളൊരു പെർഫെക്റ്റ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ വണ്ടി സുഖമായിട്ട് കണ്ണും പൂട്ടി ചൂസ് ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് 2 സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എത്ര ദൂരം വേണോ നമുക്ക് പോകാം. യാതൊരു ഡിസ്കംഫർട്ടോ പെയിനുകളോ അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ്സോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ ഈ 14 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇൻ ബിറ്റ്വീൻ വല്ല ടീ ബ്രേക്കോ എന്തെങ്കിലും ആഹാരം കഴിക്കാനുള്ള ബ്രേക്ക് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എടുക്കാറില്ല. എന്നിരുന്നാൽ പോലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ലോങ് ഡ്രൈവ്സ് പോകാൻ പറ്റിയ ഒരു നല്ല വെഹിക്കിളാണിത്. അതുപോലെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് നോച്ച് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സേഫ്റ്റി. അതുപോലെ ഈ വണ്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതിന്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ഇതിന്റെ മെറ്റൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആ പ്രോഡക്ട്സിൻ്റെയൊക്കെ, അതായത് ആ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി, അത് എന്താ പറയാ, അവര് കമ്പനി ഇത്രയും നഷ്ടത്തിലാണ് ഇന്ത്യയിൽ റണ്ണ് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും അവർ ഇതിൻ്റെ അകത്തൊന്നും യാതൊരുവിധ രീതിയിലുള്ള കോസ്റ്റ് കട്ടിങ്ങോ, അതായത് മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ കോസ്റ്റ് കട്ടിങ് ചെയ്ത് എന്താ പറയാ മാർജിൻ കൂട്ടാനൊന്നും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇപ്പോഴും അത് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ, അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു ബി സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അമേരിക്കയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ലാസ്റ്റ് വണ്ടി വരെ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബി സ്റ്റീൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്കിത് ബിൽഡ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു വാഹനത്തിൽ, അതായത് നമ്മൾ ജസ്റ്റ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് പോയി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. 1,20,000 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതിലൊരു 10,000 കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 1,10,000 കിലോമീറ്ററും ഞാൻ തന്നെയാണ് ഈ വാഹനം ഓടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും സമയം ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനകത്ത് ഇത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇരുന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഇന്നും രാവിലെ എണീറ്റ് ഈ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും യാത്ര പോകണം എന്ന് പറയുമ്പോൾ എനിക്കൊരു വിരസത തോന്നിയിട്ടില്ല. ഈ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും, അതായത് 7 വർഷം മുന്നേ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ എന്താ പറയുക ഫീച്ചേഴ്സും ഉള്ള ഒരു ഇൻറ്റീരിയറാണ് അന്ന് ഇവർ ഈ കാറിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോഴും എന്താ പറയുക ട്രെൻഡിനോട് നിൽക്കുന്ന എന്താ പറയുക ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈനൊന്നുമല്ല, ഇറ്റ്സ് മാനേജബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണ്. അതുകൊണ്ട് പുതിയൊരു വണ്ടി എടുക്കുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ വണ്ടി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്.
അത് മാത്രമല്ല, നമ്മളെല്ലാവരും അവരവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുക്കുന്ന ഒരു വാഹനം കൊണ്ട് നടക്കുമ്പോൾ ആ വണ്ടിയായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. അതും അതിൻ്റെ ഒരു ഫാക്ടറാണ്. ഞാൻ ഈ വണ്ടി വിൽക്കാത്തതിൻ്റെ ഒരു ഫാക്ടറാണ്. ഈ വണ്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ വണ്ടി കൊടുക്കാത്തതിൻ്റെ വൺ ഓഫ് ദ റീസണും ഇത് തന്നെയാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുപോലൊരു 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻസ് ഇനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൻഡ് ഇതിന് കിട്ടുന്ന ഫ്യൂൽ എക്കോണമി നിങ്ങൾക്കിപ്പോൾ മീറ്ററിൽ കാണുന്നുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് 23.6 ആണ് എനിക്ക് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്യൂൽ എക്കോണമി എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു 70 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 80 കിലോമീറ്റേഴ്സ് ഒക്കെ ക്രൂസ് കൺട്രോളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 25 വരെ ഇത് കിട്ടും. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഈ വണ്ടിക്കൊക്കെ ഇത്രയും മൈലേജ് കിട്ടുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും. ആ ഒരു പർട്ടിക്കുലർ എക്കണോമിയിൽ വണ്ടി സ്പീഡിൽ ഓടിച്ചാൽ മാത്രം മതി. എന്നിരുന്നാൽ പോലും ഈവൻ ഒരു 90-100 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 20 കിലോമീറ്റർ പെർ ലിറ്റർ ഓൺ ഹൈവേസിൽ ഈ വണ്ടി ഷുവറായിട്ടും കൊടുക്കും. അതുപോലെ തന്നെ സിറ്റി ഡ്രൈവ്സിലൊക്കെ എങ്ങനെ പോയിരുന്നാലും ഒരു 17 to 18 കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് ഈ വണ്ടിക്ക് ഫ്യൂൽ എക്കോണമി കിട്ടും. അതാണ് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പോയിന്റ്. ഈ ഒരു ഫ്യൂൽ എക്കോണമി കിട്ടുന്ന ഡീസൽ വെഹിക്കിൾസ് നമുക്ക് ഇനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് വണ്ടി വിൽക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ ഏകദേശം 11.5 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 11.5 ലക്ഷം രൂപ ഈ 2025 ഞാൻ നിങ്ങളുടെ തന്നു കഴിഞ്ഞാൽ ഈ ഫോർഡ് എക്കോസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സേഫ്റ്റി, അതുപോലെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി, ഇതുപോലത്തെ ഒരു റൈഡിങ് കംഫർട്ട്, ഇതുപോലത്തെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, അതിനനുസരിച്ചുള്ള എക്കോണമി, ഫ്യൂൽ എക്കോണമി, ഡീസൽ എഞ്ചിൻ, ഇങ്ങനെ ഡീസൽ ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ഇതെല്ലാം ഒരു 11.5 ഇന്നത്തെ മാർക്കറ്റിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടി നിങ്ങൾ എനിക്ക് കാണിച്ചതാണ്. അതായത് ടാറ്റയോ മഹീന്ദ്രയോ കിയയോ ഹ്യൂണ്ടായോ വട്ടെവർ ദ കമ്പനി, ഏത് കമ്പനിയാണെങ്കിലും ഈ ഒരു 11.5 ലക്ഷം രൂപയ്ക്ക് ഈ കാറ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അതിൻ്റെതായിട്ടുള്ള ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ ഈ കാറ് വിട്ടിട്ട് ആ കാർ എടുത്തുതരാം. ഇത് വേണമെങ്കിൽ നിങ്ങളൊരു ചലഞ്ചായിട്ട് എടുത്തു. അങ്ങനെ ഏതെങ്കിലും കാറ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇതിന് നെഗറ്റീവ് സൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എന്താ പറയുക, ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ സാധനമാണ്, ഈ വണ്ടിയുടെ എ പില്ലർ. അതായത് നമ്മൾ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ എ പില്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ്, ഭയങ്കര വിടുത്തുള്ളൊരു സാധനം, ഭയങ്കര ഒരു ബ്ലൈൻഡ് സ്പോട്ടായത്. അതായത് നമ്മളിപ്പം ഒരു കയറ്റത്തിലൊക്കെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണില്ല, അല്ലെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റൈറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ ആരെങ്കിലും എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള വൺ ഓഫ് ദ വേസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എ പില്ലർ. അത് ആ ഡിസൈനിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് നോക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ എത്തി നോക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം, അത് നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, നമ്മളെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സസ്പെൻഷൻ കിറ്റ് അല്ല ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി റോള് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സസ്പെൻഷൻ കുറച്ച് എന്താ പറയുക സ്റ്റിഫാണ്, പിന്നെ ക്ലച്ച് കുറച്ച് ടൈറ്റാണ്. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് വരുന്ന ഹെഡ്ലൈറ്റ്സിനൊക്കെ കുറച്ച് എന്താ പറയുക റോഡിൽ ആ ഒരു ലൈറ്റിൻ്റെ സ്പ്രെഡ് വളരെ കുറവാണ്. അത് പക്ഷേ നമ്മൾ ലൈറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുകയോ LED മാറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ അങ്ങ് മാറി കിട്ടും. ഇതൊക്കെയാണ് ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് ഈ ഒരു നെഗറ്റീവ് പോയിന്റ്സ് മാത്രമേ ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാവരും എന്താ പറയുക, ഒരു സാധാരണ ഒരു ഇന്ത്യക്കാരന് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമിലി കാറാണ് ഈ ഫോർഡ് എക്കോസ്പോർട്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 2025 ഈ ഒരു വണ്ടി യൂസ്ഡ് കാറായിട്ട് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന വേറൊരു കാറില്ല. ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് പോയിന്റിൽ ഈ ഒരു വേറൊരു കാർ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രൈസിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 7 to 8, 9 lakhs നല്ല ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഷുവർലി ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ചോയ്സ്. നിങ്ങൾക്ക് വേറെ യാതൊരുവിധ ടെൻഷൻസും കാര്യങ്ങളോ ഒന്നും വേണ്ട. വണ്ടികളുടെ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കിട്ടുന്നുണ്ട്, സർവീസ് കിട്ടുന്നുണ്ട്, സ്പെയർ പാർട്സ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഫോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ അങ്ങനെയുള്ള ഒരു ഹെഡേക്ക് ആവാനുള്ള സാധ്യത ഒന്നുമില്ല. പിന്നെ കമ്പാരിറ്റീവ് നിങ്ങൾ യൂസ്ഡ് കാർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആസ് എ BS4 ഡീസൽ ഓണർ BS6 ഡീസലിനേക്കാളും കുറച്ചുകൂടെ BS4 ഡീസൽ എടുക്കാൻ വേണ്ടി ഞാൻ പറയും. എസ്പെഷ്യലി ഈ കാറ്റലിക് കൺവെർട്ടറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും BS4-നില്ല. ആ ഒരു ഹെഡേക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. BS4 കിട്ടുവാണെങ്കിൽ നിങ്ങൾ നല്ല എന്താ ലെസ് റൺ ആയിട്ടുള്ള വണ്ടികളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് നമുക്കും പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പ്രചോദനമായിരിക്കും. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.